നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് ആരോപണങ്ങൾ സൃഷ്ടിച്ച തിരിച്ചടിയും പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളും പരിഹരിച്ച് ബിജെപിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുത്തൽ നടപടിക്ക് തുടക്കമിട്ടു. സംഘടനാ തലത്തിൽ ആരെയും വ്യക്തിപരമായി മുറിവേൽപ്പിക്കാതെ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന നയത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ അനൂപ് ആന്റണിയെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയിൽ പ്രാഥമിക ധാരണയായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി യുവമോർച്ചയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. പത്തനംതിട്ട മണ്ഡലത്തിൽ പൂർണ്ണസമയ പ്രവർത്തനം അനിവാര്യമായതിനാൽ പ്രഭാരി സ്ഥാനം ഒഴിയുന്നതാകും ഉചിതമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അനൂപിനോട് അഭിപ്രായപ്പെട്ടത്. നിയോജക മണ്ഡലത്തിൽ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നേതൃത്വം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി കാഴ്ചവെച്ച അത്ഭുതകരമായ പ്രകടനമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അദ്ദേഹത്തിന് വഴിയൊരുക്കിയത്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഈ മികവ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്നാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. അനൂപ് ആന്റണി പാർലമെന്ററി രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പശ്ചാത്തലത്തിൽ യുവമോർച്ചയുടെ പുതിയ പ്രഭാരിയായി ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി. സുധീറിനെ ഉടൻ നിയമിക്കും. ദീർഘകാലത്തെ സമരാനുഭവങ്ങളും തിരുവനന്തപുരം സ്വദേശി എന്ന നിലയിലുള്ള സംഘടനാ മികവുമാണ് സുധീറിന് തുണയായത്. യുവമോർച്ചയുടെ സമരരംഗത്തെ സാന്നിധ്യം കൂടുതൽ കരുത്തുറ്റതാക്കാൻ സുധീറിന്റെ വരവ് ഉപകരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുവമോർച്ച സഹപ്രഭാരിയായ ഒ. നിതീഷ് സ്ഥാനത്ത് തുടരും. അടുത്തിടെയുണ്ടായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ കർശന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നത്. ആരോപണ വിധേയരായവരെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ നിന്ന് ആരോപണ വിധേയനായ ഒരു മുതിർന്ന നേതാവിനെ ഒഴിവാക്കിയിരുന്നു. യോഗത്തിന്റെ ലിങ്ക് ഇയാൾക്ക് കൈമാറിയിരുന്നില്ല. കൂടാതെ ഔദ്യോഗിക കത്തിടപാടുകൾ നടത്തുന്ന ചില ഭാരവാഹികളും നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനാ തിരുത്തലുകൾ ഉണ്ടായേക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും അനൂപ് ആന്റണിയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചുമതല മാറ്റത്തിന് പിന്നിലെന്ന രീതിയിൽ വാർത്തകൾ വന്നുവെങ്കിലും ബി.ജെ.പി. നേതൃത്വം ഇത് പൂർണ്ണമായും തള്ളി. പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി. നേരത്തെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സജീവമായിരുന്ന പത്തനംതിട്ടയിൽ അനൂപ് ആന്റണിയുടെ സംഘടനാ പാടവവും യുവത്വവും അനുകൂല ഘടകമാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ.